ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചാനലിലോട്ട് സ്വാഗതം. നൈക്കയിൽ ഇപ്പോൾ പിങ്ക് സമ്മർ സെയിൽ നടക്കുകയാണ്. നല്ല വിലക്കുറവിൽ കുറേ പ്രൊഡക്ട്സ് കിട്ടിയിട്ടുണ്ട്. സോ ഞാൻ മേടിച്ചിട്ടുള്ള പ്രൊഡക്ട്സുകളാണ് കാണിക്കുന്നത് കേട്ടോ. ഫസ്റ്റ് തന്നെ ഓലയുടെ ട്രയൽ സൈസ് പാക്കിലുള്ള 2 മോയ്സ്ചറൈസേഴ്സാണ് മേടിച്ചിട്ടുള്ളത്. ഒന്നൊരു ഡേ ക്രീമും പിന്നെ ഒന്ന് നൈറ്റ് റെറ്റിനോളും ആണ്. പിന്നെ ഇസിൻട്രിയുടെ ഒരു സൺസ്ക്രീൻ മേടിച്ചിട്ടുണ്ട്. ഇസിൻട്രി ഒരു കൊറിയൻ ബ്രാൻഡാണ്. സോ ഇത് കൊറിയൻ സൺസ്ക്രീൻ ആണ് കേട്ടോ. എക്സ്ട്രാ ഡ്രൈ സ്കിന്നിന് പറ്റിയ സൺസ്ക്രീനാണ്. സെയിൽ ടൈമിലാണെങ്കിൽ നല്ല ഓഫേഴ്സൊക്കെ നൈക്ക പ്രൊവൈഡ് ചെയ്യാറുണ്ട്. കൂടാതെ ഞാനൊരു പ്രൈം മെമ്പറാണ്. അതായത് നമ്മൾ ഇത്ര ഒരു എമൗണ്ടിന് മേടിക്കുകയാണെങ്കിൽ അതിൽ നമുക്കൊരു പ്രൈം മെമ്പർഷിപ്പ് ഒക്കെ കിട്ടും. അപ്പോൾ പ്രൈം മെമ്പേഴ്സിനും കുറച്ചും കൂടി അഡീഷണൽ ആയിട്ട് ഒരു ഓഫറൊക്കെ തരാം. ഈ ബോക്സിൽ മിനിമലിസ്റ്റിൻ്റെ പ്രൊഡക്ട്സ് ആണ് കേട്ടോ. അപ്പോൾ മിനിമലിസ്റ്റിൻ്റെ ഫേവറേറ്റ് ഒരു സ്കിൻ കെയർ ബ്രാൻഡാണ്. ഞാൻ ആദ്യമായിട്ട് ജീവിതത്തിൽ സ്കിൻ കെയർ റുട്ടീൻ സ്റ്റാർട്ട് ചെയ്യാമെന്ന് ഓർത്തപ്പോൾ തന്നെ ഫസ്റ്റ് ഇറങ്ങിയ ബ്രാൻഡ് മിനിമലിസ്റ്റ് ആയിരുന്നു ആ ടൈമിൽ. അപ്പോൾ ഇത് ഓർഡിനറിയുടെ ഒരു ഡ്യൂപ്പായിട്ട്, ഓർഡിനറി ഭയങ്കര ഫേമസ് ആണ്, വേൾഡ് വൈഡ് ഫേമസ് ആണ് സ്കിൻ കെയറിൽ. അപ്പോൾ അവരുടെ അതേ ഒരു നിലവാരത്തിലാണ് ഇന്ത്യൻ ബ്രാൻഡായിട്ട് മിനിമലിസ്റ്റ് ഒരു 100% എഫക്റ്റീവ് ആയിട്ടുള്ള റിയൽ ജെന്യുവൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഈ സ്കിൻ കെയർ ബ്രാൻഡ് യൂസ് ചെയ്യാറുള്ളത്. വെറുതെ ഫ്രേഗ്രൻസോ അനാവശ്യമായിട്ടുള്ള കെമിക്കൽസോ ഒന്നുമില്ല. ഈ സ്കിൻ കെയർ വൈറ്റമിൻ സി, സൺസ്ക്രീൻ, നയാസിനമൈഡ്, അതിൻ്റെ കൂടെ പീൽസ്, കെമിക്കൽ പീൽസ്. ഒരു മിനിറ്റ്, ഇവിടെ ഒരു ബീ കയറിയിട്ടുണ്ട്. ഓക്കെ, സോ ഞാൻ ആ ബീനെയൊക്കെ ഓടിച്ചു. ഞാൻ പറഞ്ഞു വന്നത് മിനിമലിസ്റ്റ് പ്രൊഡക്റ്റാണ് ഞാൻ ആദ്യമായിട്ട് യൂസ് ചെയ്ത സ്കിൻ കെയർ ബ്രാൻഡ്. എനിക്ക് നല്ലപോലെ എഫക്റ്റീവ് തോന്നിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് 2 സീറം മേടിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നൊരു നയാസിനമൈഡ് സീറമാണ്, 10% വരുന്ന നയാസിനമൈഡ് സീറം. നയാസിനമൈഡ് ഉപയോഗം നിങ്ങൾക്ക് അറിയാലോ, ഇറ്റ്സ് ബ്ലെമിഷ് കൺട്രോൾ ചെയ്യാൻ, ഓയിൽ പ്രൊഡക്ഷൻ കുറയ്ക്കാൻ, പോഴ്സ് ഒക്കെ സ്ട്രിങ്ക് ചെയ്യാൻ, കുറേ ഉപകാരങ്ങളുണ്ട് നയാസിനമൈഡ് കൊണ്ടിട്ട്. ഇപ്പോൾ റീസെന്റ് ചെറിയ മിനി സൈസ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ മിനി സൈസിന് 250 രൂപ വരുന്നത്. മുൻപാണെങ്കിൽ അത് ഇരട്ടിയായിരുന്നു, 500 സംതിങ്, 500, 600. ഇത് ചെറുതായി ഇറക്കി കണ്ടോ. ഞാൻ ഓർത്തു എൻ്റെ നയാസിനമൈഡ് സീറം തീർന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവരുടെ പുതിയ ന്യൂ മിനി വേർഷനാണ് മേടിക്കുന്നത്. പിന്നെ നമുക്ക് അഫോർഡബിൾ ആണ്. വലിയ ബോട്ടിൽസ് മേടിക്കാൻ നല്ലത് ഇങ്ങനത്തെ കുഞ്ഞി ചോട്ടാ ബോട്ടിൽസ് മേടിക്കാനാണ്. യൂസ് ചെയ്യുമല്ലോ. ഇങ്ങനെയാണ് കൺസിസ്റ്റൻസി വരുന്നത്. നേരത്തെ ഇവരുടെ നൈസിനമൈഡ് സീറം എനിക്കൊരു യെല്ലോയിഷ് കളറിലാണ് ബിഗ് ബോട്ടിൽ കിട്ടിയിട്ടുള്ളത് കഴിഞ്ഞ വർഷം. ഞാൻ ഇങ്ങനെ കളർ, ഒരു യെല്ലോ കളർ. ഇപ്പോൾ ഇത് ട്രാൻസ്പെറൻറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇത് റെഗുലേറ്റ് സീബം ആൻഡ് ഈവൻ ടോൺ ഫോർ ആക്നെ പ്രോൺ ആൻഡ് ഓയിലി സ്കിൻ. എൻ്റെ സ്കിൻ കോമ്പിനേഷൻ ആണ്. അതായത് ടീ സോണിൽ മാത്രമേ ഓയിൽ പ്രൊഡക്ഷൻ ഒക്കെ വരാറുള്ളൂ. ടീ സോൺ എൻ്റെ പോഴ്സ്, എനിക്ക് ഓപ്പൺ പോഴ്സ് ഉണ്ട്. ഓപ്പൺ പോഴ്സും പിന്നെ ബ്ലെമിഷസ് ഒക്കെ ഉണ്ട്. അതൊക്കെ പോകാനായിട്ടും സ്കിൻ ഒന്ന് ബ്രൈറ്റൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. കൂടുതൽ റേഞ്ചിൽ ഇപ്പോൾ സ്കൂൾ കുട്ടികൾക്കാണെങ്കിലും കോളേജ് സ്റ്റുഡൻസ് ആണെങ്കിലും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അവർ ഇറക്കിയിട്ടുള്ളത്. ബിഗ് ബോട്ടിൽസ് ആണെങ്കിൽ നല്ല റേറ്റ് വരും. കൂടുതൽ വിഷയമാണ്. ഇതൊരു നല്ലൊരു കാര്യമാണെന്നാണ് ഞാൻ പറയുള്ളൂ. കാരണം ദിസ് വാസ് വെരി നീഡ്. ഇങ്ങനെ ഒരു സൈസിൽ സീറംസ് വരേണ്ടതായിരുന്നു അത്യാവശ്യം. അതിനായിട്ട് ഞാൻ മേടിച്ചിട്ടുള്ളത് റെറ്റിനോളാണ്. റെറ്റിനോളിൻ്റെ 0.3. ബിഗിനേഴ്സ് ഒക്കെ റെറ്റിനോൾ യൂസ് ചെയ്യുന്ന സമയത്ത് 0.1, 0.2, 0.3 മാക്സിമം അത്രയും യൂസ് ചെയ്താൽ മതി. ആൻറ്റി ഏജിന് വേണ്ടിയിട്ടാണ്, റിങ്കിൾസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിൽ എഴുതിയിട്ടുള്ളത് ഫൈൻ ലൈൻസും റിങ്കിൾസ് ഒക്കെ. ഇതിൻ്റെ റേറ്റ് വരുന്നതും സെയിം 250 രൂപ. റെറ്റിനോളും അവർ ഈ ഒരു റേറ്റിൽ ഇറക്കിയിട്ടുണ്ട്. ബിഗിനർ ഫ്രണ്ട്ലി ആണ്. ഫസ്റ്റ് ടൈം ഇങ്ങനത്തെ പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം പാച്ച് ടെസ്റ്റ് എന്തായാലും ചെയ്യണം. ബിക്കോസ് എൻ്റെ സ്കിൻ പോലെ ആയിരിക്കില്ല നിങ്ങളുടെ സ്കിൻ. എങ്ങനെ റിയാക്ട് ചെയ്യുക ഇതിനോട് നമുക്ക് പറയാൻ പറ്റില്ല. സോ ഇയറിൻ്റെ ചെവിയുടെ ഈ ഒരു ഭാഗത്തായിട്ട് നിങ്ങൾ ചെറിയൊരു ഡ്രോപ്പ് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഒരു റിയാക്ഷൻ അലർജി ഒന്നും ഇല്ലാതെ കണ്ടാൽ മാത്രം ഫേസിലോട്ട് അപ്ലൈ ചെയ്താൽ മതി കേട്ടോ. പ്രത്യേകിച്ച് റെറ്റിനോളിനെ പറ്റി ഞാൻ സെപ്പറേറ്റ് വീഡിയോ തന്നെ എടുക്കാം. കാരണം ഇതൊരു ഇത്തിരി എന്താ പറയുക, സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ട ഒരു സീറമാണ്, സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ട ഒരു സ്കിൻ കെയർ പ്രൊഡക്റ്റ് ആണ്. എല്ലാ സ്കിൻ കെയർ പോലെയും പെട്ടെന്ന് അങ്ങോട്ട് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇത് കുറച്ചൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്കിൻ കെയർ സീറമാണ്. സോ ഇതിനെ യൂസ് ചെയ്യേണ്ട വിധങ്ങളുണ്ട്. നിങ്ങൾക്ക് ആക്നെ ഒക്കെ ഉണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യണതുകൊണ്ട് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റില്ല. 2 ഡേയ്സ് ഇടവിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ സ്കിൻ ഇതുമായിട്ട് അഡ്ജസ്റ്റ് ആയി കഴിഞ്ഞാൽ മാത്രമേ നമുക്കിത് റുട്ടീനായിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതുവരെ കുറച്ച് ശ്രദ്ധിച്ച് സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ട ഒരു പ്രൊഡക്റ്റാണ്. ഇത് ഉപയോഗിക്കണം കൊണ്ട് ചിലപ്പോൾ നിങ്ങളുടെ മുഖക്കുരുകൾ ഇരട്ടിയായിട്ട് വരും. ബിക്കോസ് പർജിങ് എന്ന് പറയും അതിനെ. സെല്ലൊക്കെ ഡിവൈഡ് ചെയ്ത് കൂടുതലായിട്ട് അങ്ങോട്ട് വരും സ്കിൻ്റെ മുകളിലോട്ട്. അപ്പോൾ അത് കാരണം നമ്മൾ പേടിക്കും എന്താണ് ഇത് ഉപയോഗിച്ചുകൊണ്ട് വീണ്ടും കൂടിയോ ഇരട്ടിയായോ. കാരണം ഇരട്ടിയായി തന്നെ വരും കേട്ടോ. എനിക്ക് അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. ബട്ട് 2 വീക്സ് 3 വീക്സ് കഴിയുമ്പോഴേക്കും അതൊന്ന് റെഡ്യൂസ് ആകാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ അതും കൂടി മനസ്സിൽ കണ്ടോട്ട് വേണം ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ. അപ്പോൾ നിങ്ങൾ പ്രിപ്പയർഡ് ആയിരിക്കണം. പർജിങ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പർജിങ്ങിന് പ്രിപ്പയർഡ് ആയിരിക്കണം കേട്ടോ. പിന്നെ എനിക്ക് ഇത് രണ്ടും മേടിച്ചപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഫ്രീ കിട്ടി. സോ സെയിലിൻ്റെ ഒരു പ്രത്യേകതയാണ്, നമുക്ക് പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെ ഓരോ ബ്രാൻഡിൽ നിന്ന് ഫ്രീ കിട്ടും, സാമ്പിൾസ് കിട്ടും. എനിക്ക് സാമ്പിൾസ് ഒക്കെ ഒരുപാട് ഇഷ്ടമാണ്. സോ ഇപ്പോൾ എനിക്ക് ഇവർ തന്നിട്ടുണ്ട് ബേരിയർ റിപ്പയർ റിച്വൽ, ഒരു സ്കിൻ കെയറിൻ്റെ 3 കിറ്റാണ്. റിപ്പയർ ആൻഡ് സ്ട്രെങ്തൻ സ്കിൻ ബാരിയർ. നമ്മുടെ സ്കിൻ ബാരിയർ ഡാമേജ്ഡ് ആണെങ്കിൽ സ്കിൻ ഒരുപാട് എന്താ പറയുക, സ്കിൻ അത് അറിയാൻ പറ്റും. സ്കിൻ ഒരുപാട് അപ്സെറ്റ് ആയിരിക്കും കേട്ടോ. ഒരു വിധത്തിൽ നമ്മളോട് സഹകരിക്കാത്തൊരു സ്കിൻ ആണെങ്കിൽ നമ്മൾ അതുവരെ യൂസ് ചെയ്യുന്ന സ്കിൻ കെയർ റുട്ടീൻ ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക. സ്റ്റോപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ ബേരിയറിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. നിങ്ങളുടെ സ്കിന്നിൻ്റെ ബേരിയർ റിപ്പയർ ചെയ്യാൻ നോക്കണം കേട്ടോ. സോ ഇങ്ങനെയാണ് ഈ പ്രൊഡക്റ്റ് വരുന്നത്. സോ ക്യൂട്ടല്ലേ. ഇത് നല്ലൊരു സ്ക്വയർ റെക്ടാങ്കിൾ പാക്കേജിങ്, റെക്ടാങ്കിൾ പാക്കേജിങ്. ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം. 3 പ്രൊഡക്ട്സ് ആണ് ഫ്രീ കിട്ടിയേക്കുന്നത് കേട്ടോ. എനിക്ക് നയാസിനമൈഡ് ഫ്രീ കിട്ടി 0.5. പക്ഷേ ഈ നയാസിനമൈഡ് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ കാശ് കൊടുത്ത് മേടിച്ച നയാസിനമൈഡിൽ വേറെ ഇൻഗ്രീഡിയൻസ് ആണുള്ളത്. അതിൻ്റെ കൂടെ അവർ മെറ്റ്മറൈൻ സിങ്ക് ഒക്കെ അല്ലേ ഇട്ടേക്കണേ. ഇതിൻ്റെ കൂടെ ബേരിയർ റിപ്പയറിൻ്റെ കൂടെ ഉള്ളത് ഓട്ട് എക്സ്ട്രാക്ട്. ഓട്ട് ഈസ് വെരി ഗുഡ്. ഡ്രൈ സ്കിന്നിനൊക്കെ നല്ല സാധനമാണ് ഓട്ട്. പിന്നെ ഹൈലറോണിക് ആസിഡ് ബെസ്റ്റ്. നമുക്ക് ഡ്രൈ സ്കിൻ ആണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആൻറ്റി ഏജിങ് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഹൈലറോണിക് ആസിഡ് എന്തായാലും ഉൾപ്പെടുത്തണം. നമ്മുടെ സ്കിന്നിൻ്റെ ഈർപ്പം നിലനിർത്തുന്ന ഒരു ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് ഹൈലറോണിക് ആസിഡ്. സോ മോസ്റ്റ്ലി ഞാനിതെൻ്റെ അമ്മക്ക് കൊടുക്കും കേട്ടോ. എനിക്ക് 2 നൈസിനമൈഡിൻ്റെ ആവശ്യമില്ല. ക്ലെൻസർ ആണ് കേട്ടോ. ഹൈലറോണിക് ആസിഡ്, ബിസബോളോൾ ആൻഡ് വൈറ്റമിൻ B5. കാം ആൻഡ് റിപ്ലൻസ് സെൻസിറ്റീവ് സ്കിൻ. സെൻസിറ്റീവ് സ്കിന്നിനുള്ളൊരു ഫേസ് വാഷ് ഫ്രീ കിട്ടിയിട്ടുണ്ട്. പിന്നുള്ളത്
B12 റിപ്പയർ കോംപ്ലെക്സ് ഫേസ് മോയ്സ്ചറൈസർ ആണ് കിട്ടിയിട്ടുള്ളത് വിത്ത് വൈറ്റമിൻ B12 സെറമൈഡ്സ് ആൻഡ് ബെറ്റൈൻ. സോ ബേലി റിപ്പയറിനെ നിങ്ങൾക്ക് ആദ്യമായിട്ട് കൺസൾട്ട് ചെയ്യേണ്ട ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് സെറമൈഡ്സ്. സ്കിന്നിൽ ഓൾറെഡി നാച്ചുറലി സെറമൈഡ്സ് ഉണ്ടാവും, ബട്ട് as we ഏജ് കുറച്ച് ഡാമേജും പൊല്യൂഷനും കാര്യങ്ങളും പിന്നെ സ്കിന്നിൽ വരുന്ന എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഷേവിങ്, എക്സ്പോളിയേഷൻ, പ്ലക്കിംഗ് ഇതൊക്കെ കൂടുതലായിട്ടൊക്കെ വരികയാണെങ്കിലൊക്കെ സ്കിന്നിൻ്റെ ബാരിയർ പോയിട്ടുണ്ടാവും ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ സെറമൈഡ്സ് ആണ് സ്കിന്നിനെ ആ പഴയ നിലയിലോട്ട് കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് പ്രൊഡക്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം എന്ത് പ്രൊഡക്റ്റ് ആണുള്ളതെന്ന്. സെയിലൊക്കെ വരുമ്പോൾ ഇതേപോലെ കൂടുതൽ സാധനങ്ങൾ മേടിക്കുന്നുണ്ടെങ്കിൽ സെയിൽ വെയിറ്റ് ചെയ്യാം കേട്ടോ. സെയിലിൽ നല്ലപോലെ ഡിസ്കൗണ്ട്സ് ഒക്കെ ഉണ്ടാവും. കൂടാതെ ഇങ്ങനത്തെ സാമ്പിൾസും കാര്യങ്ങളൊക്കെ അവർ ഫ്രീ തരാറുണ്ട്. എനിക്ക് വർഷത്തിൽ 2-3 സെയിലൊക്കെ നടത്താറുണ്ട്. പിങ്ക് ഫ്രൈഡേ, പിങ്ക് സമ്മർ കുറേ സെയിൽസ് നടത്താറുണ്ട്. അപ്പോൾ ഇതിൽ വരുന്ന പ്രൊഡക്ട്സ് ഞാനൊരു കണ്ടീഷണർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ മുടിയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫ്രിസിയാണ്. ഈർപ്പം ഒട്ടുമില്ല, ഭയങ്കര ഡ്രൈ ആൻഡ് ഫ്രിസി ആയിട്ടുള്ളൊരു ഹെയർ ആണ്. സോ ഞാനിപ്പോൾ കറൻ്റ്ലി ലോറിയലിൻ്റെ കണ്ടീഷണറാണ് യൂസ് ചെയ്യുന്നത്. അതിന് മുൻപ് ഞാൻ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ബയോലാഷ് മാട്രിക്സ് കമ്പനിയുടെ ഉണ്ടോ, നല്ല അടിപൊളി കണ്ടീഷണറാണിത്. ഇതിലുള്ളത് കെമേലിയ എന്ന് പറഞ്ഞിട്ടൊരു ഇൻഗ്രീഡിയൻ്റ് ആണ്. ഫ്രിസ് കൺട്രോൾ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും, നമുക്കൊരു സലൂൺ ലൈക്ക് ഹെയർ ഒക്കെ തരും കേട്ടോ. ഇതിൻ്റെ റേറ്റ് വരുന്നത് 225 ആണ്. ഡീറ്റാങ്കിൾസ് ആൻഡ് ഡീഫ്രിസസ്, ഡിഫൻസ് അഗെയിൻസ്റ്റ് ഹ്യൂമിഡിറ്റി ടു കീപ് ഹെയർ മാനേജബിൾ. പിന്നെ ഉള്ളത് ബീട്രൂട്ടിൻ്റെ ലിബാം. നല്ലൊരു ബീട്രൂട്ട് ലിബാം നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല, ഞാൻ തപ്പിട്ട് കിട്ടുന്നുണ്ടായില്ല. അങ്ങനെയാണ് അരാവി ഓർഗാനിക്. ഇതൊരു ഓർഗാനിക് ബ്രാൻഡാണ്. അവർ ലിബാമായിട്ട് മാത്രമല്ല, ടിൻറ്റ് മാത്രമല്ല ഉള്ളത്, ഇതിൽ വേറെ SPF ഉണ്ട്. സോ എക്സ്ട്രാ ബെനിഫിറ്റ് ആണ് സൺസ്ക്രീൻ പ്രൊട്ടക്ഷൻ, ലിപ് ബ്രൈറ്റനിങ് ആൻഡ് ഷീൽഡ് SPF കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൽ ഷിയ ബട്ടർ ഉണ്ട്, ഡ്രൈനെസ്സിന് ഹെൽപ്പ് ചെയ്യും. കോജിക് ആസിഡ് ഉള്ളതുകൊണ്ട് നമ്മുടെ ഈ ചുണ്ടിലുള്ള പിഗ്മെൻറ്റേഷൻ ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ പോകാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഒരുപാട് ലിപ്സ്റ്റിക് ഒന്നും യൂസ് ചെയ്യാൻ ഇഷ്ടമില്ലാത്ത ആളുകൾക്ക് പറ്റിയൊരു പ്രൊഡക്റ്റാണ്. പിന്നെ ലൈറ്റ് ആയിട്ടുള്ള ലിപ് ബാം വിത്ത് സ്മോൾ ടിൻറ്റ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇങ്ങനത്തെ പ്രൊഡക്ട്സ് യൂസ് ചെയ്യാം കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. ഇതിന് ഓൾറെഡി നല്ല കളറുണ്ട്. സോ ബീട്രൂട്ടിൻ്റെ അത്രയും ഒരു കളറൊക്കെ അവർ എടുത്തിട്ടുണ്ടെന്നാണ് തോന്നണേ. നോ കളേഴ്സ് ഒന്നുമില്ല. ബീട്രൂട്ട് എക്സ്ട്രാക്ട്, സിങ്ക് ഓക്സൈഡ് അങ്ങനത്തെ കാര്യങ്ങളാണ്. നോ കളേഴ്സ് മെൻഷൻ. സ്മെല്ലൊന്നുമില്ല, ഒരു സ്മെല്ല് തോന്നുന്നില്ല. നമുക്കൊരു വാക്സിൻ്റെ ഒരു സ്മെല്ല് തോന്നുന്നുണ്ട്, അതർവൈസ് വേറെ ഒരു സ്മെല്ലും ഇല്ല കേട്ടോ. ഇങ്ങനെ ഒരു ടിൻറ്റ് ഓൾറെഡി ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ലിപ്സ്റ്റിക് ഒന്നും ഇഷ്ടമില്ല ഇടാൻ, പിന്നെ സൺ പ്രൊട്ടക്ഷൻ വേണം, ലിപ് ലൈറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാം. ഇതിൻ്റെ സോ ആ ഒരു പ്രൊഡക്ട്സ് അത്രേ ഉണ്ടായിരുന്നുള്ളൂ. നെക്സ്റ്റ് ബോക്സ് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഈ ബോക്സാണ് ഇപ്പോൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ലോജിക്സിൻ്റെ പെഡിക്യൂർ കിറ്റാണ് ഇത്. നമുക്ക് വീട്ടിൽ തന്നെ പെഡിക്യൂർ ചെയ്യാനുള്ള എല്ലാ സാധനങ്ങളും അവൈലബിൾ കൊടുത്തിട്ടുണ്ട്. ഡീപോർട്ടബിൾ ഓൾസോ 290 rupees ഉള്ളൂ. 290 rupeesന് ജസ്റ്റ് ഒരു ബക്കറ്റും അതിൽ കുറച്ച് വെള്ളം മതി. നമുക്ക് ഇതിലെല്ലാം കുറേ ഇങ്ങനെ കുഞ്ഞു പോഡ്സ് ഉണ്ട്, അതിൽ ഓരോരോ കാര്യങ്ങൾ ഇതിലുണ്ടാവും. എന്തൊക്കെ ചെയ്യാന്നുള്ളത്. വാഷ് ഉണ്ട്, പീൽ ഉണ്ട്, ബബിൾ ഗം പൗഡർ ഉണ്ട്, പെഡിമാനി. ഇത് മാനിക്യൂറിന് ഉപയോഗിക്കാം, പെഡിക്യൂറിന് ഉപയോഗിക്കാം. നമുക്ക് സ്വയം ചെയ്യുന്നത് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ എഴുതിയിട്ടുണ്ട്. സലൂൺ ലൈക്ക് പെഡിക്യൂർ കിട്ടും. എൻ്റെ ഫേവറേറ്റ് കൊറിയൻ ബ്രാൻഡ് ബ്യൂട്ടി ഓഫ് ജോസിനെ ഞാൻ എന്തോ ഒരു വാചാലായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഒരാതെ ഞാൻ ബ്യൂട്ടി ഓഫ് ജോസിൻ്റെ കാര്യങ്ങൾ ചാനൽ പറഞ്ഞിട്ടുണ്ടാവും. സൺസ്ക്രീനെ കുറിച്ച് ബെസ്റ്റ് ബ്രാൻഡാണ് കൊറിയൻ സൺസ്ക്രീനിൽ. അവരുടെ തന്നെ ഒരു ക്ലെൻസിങ് ബാം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് ക്ലെൻസിങ് ബാം യൂസ് വരാറുണ്ട്. ഞാൻ മസ്കാരാസ്, ഐ കാജൽ, ലിപ്സ്റ്റിക് ഇതൊക്കെ എനിക്ക് ജസ്റ്റ് വൈപ്പ് ചെയ്ത് പോകില്ല, വാട്ടർ പ്രൂഫ് ഒക്കെ ആണെങ്കിൽ. അപ്പോൾ എന്തായാലും എനിക്ക് ക്ലെൻസിങ് ബാം അത്യാവശ്യമാണ്. ഞാൻ നമുക്ക് ക്ലിനിക്കിൻ്റെ യൂസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ക്ലിനിക്കിന് നല്ല എക്സ്പെൻസീവ് ആണ്. ഒരു ചെറിയൊരു ഇതിന് തന്നെ 1000 above ഉണ്ട്. കുറച്ച് പ്രൊഡക്ട്സ് ഉള്ളൂ, പക്ഷേ ഇതിൽ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്. 100 ml ആണ് ഇതിലെടുത്തിട്ടുള്ളത്. 100 ml ഇത് 1580 rupees ആണ് ക്ലെൻസിങ് ബാമിന്. ബട്ട് എനിക്കിത് ഡിസ്കൗണ്ടിൽ കിട്ടി. അപ്പോൾ ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് ഗ്രാബ് ചെയ്തു കേട്ടോ. നിങ്ങൾ സോ അത് യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് വാട്ടർ പ്രൂഫ് സൺസ്ക്രീൻ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ റിമൂവ് ആയി പോകും, മേക്കപ്പ് റിമൂവ് ആവും. ജസ്റ്റ് ലുക്ക് അറ്റ് പാക്കേജിങ്, നല്ല ക്യൂട്ട് ആയിട്ടുള്ള പാക്കേജിങ്, നല്ല രസമുണ്ട്. ഒരു ടബ്, കുഞ്ഞു ടബ്. സോ ഫസ്റ്റ് തന്നെ ഇങ്ങനെ ഒരു ലിഡ് ഉണ്ട്. ലിഡിൽ ഒരു സ്പാച്ചുല വരുന്നുണ്ട് കേട്ടോ. ഇത് ക്ലീൻ ഒരു ആപ്ലിക്കേഷൻ ഹെൽപ്പ് ചെയ്യും. ക്ലിനിക്കിൻ്റെ കൂടെ സ്പാച്ചുല ഒന്നും ഉണ്ടാവില്ല, നമുക്ക് കൈകൊണ്ട് തന്നെ എടുക്കണം. പക്ഷേ നല്ല ഹൈജീനായിട്ട് യൂസ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. ഇതിൻ്റെ മുകളിൽ സ്പാച്ചുല വെക്കാനുള്ളതും പ്രൊഡക്റ്റ് താഴെയായിട്ടാണ് വരുന്നത്, കാണാൻ പറ്റുന്നുണ്ടോ. ഇതാണ് ഇതിലൊരു ബാമാണുള്ളത്. നിറച്ചും പ്രൊഡക്റ്റ് ഉണ്ട് കേട്ടോ. സോ മച്ച് ക്വാണ്ടിറ്റി, നല്ല ക്വാണ്ടിറ്റി ഉള്ള പ്രൊഡക്റ്റ്. ഇത് നമുക്ക് കുറച്ചെടുക്കാം. ഓക്കെ, നമുക്കിപ്പോൾ ബീട്രൂട്ടിൽ അപ്ലൈ ചെയ്ത് നോക്കിയത് പോകുന്നുണ്ടോ ഇല്ല എന്നുള്ള കേട്ടോ. കൺസിസ്റ്റൻസി ആവും. ഗുഡ്, പോയി സംഭവം വൈപ്ഡായി, വാനിഷ്ഡ് ആയിട്ടോ. ഞാനത് കഴുകിയിട്ട് വരാട്ടോ. ഞാൻ കഴുകിയിട്ടോ, ഇത് പോയി. ഇത് നമ്മൾ വെള്ളം ഉപയോഗിക്കുമ്പോൾ ഒരു മിൽക്കി കൺസിസ്റ്റൻസി വരുന്നുണ്ട്. മിൽക്കി ആയിട്ട് ഇങ്ങനെ വരും കേട്ടോ ആ പ്രൊഡക്റ്റ്. ഒരു സെയിൽ വരുമ്പോൾ ഇങ്ങനത്തെ പ്രൊഡക്ട്സ് ഒക്കെ മേടിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു 500 rupees 400 rupees ഒക്കെ എന്തായാലും സേവ് ചെയ്യാൻ പറ്റും. ബ്യൂട്ടി ഓഫ് ജോസിൻ്റെ ക്ലെൻസിങ് ബാം. നെക്സ്റ്റ് ഒരു ഹെയർ കെയർ പ്രൊഡക്റ്റാണ് മേടിച്ചിട്ടുള്ളത്. ഡൗവിൻ്റെ മാസ്ക് ആണ്, ട്രീറ്റ്മെൻറ്റ് മാസ്ക്, ഹെയർ ട്രീറ്റ്മെൻറ്റ്. എൻ്റെ മുടി നല്ല ഫ്രിസിയാണ്, എന്തൊക്കെ ചെയ്താലും ഫ്രിസ് ആയിക്കൊണ്ടേയിരിക്കും കേട്ടോ. എനിക്കിപ്പോൾ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് ഒന്നും ചെയ്യാൻ താല്പര്യമില്ല, അത് സ്മൂത്തനാക്കാനൊന്നും. ഞാൻ ഇങ്ങനത്തെ റെമഡീസ് വെച്ച് തന്നെ നാച്ചുറലി സ്മൂത്തനാക്കാൻ നോക്കുകയാണ്. ഡോവിൻ്റെ പ്രൊഡക്ട്സ് ഞാൻ അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. ഇതിൻ്റെ റിവ്യൂസ് അത്യാവശ്യം കുഴപ്പമില്ല എന്ന് കണ്ടിട്ടാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. എനിക്ക് യൂസ് ചെയ്തിട്ട് ഇത് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ ഷോർട്സിൽ പറയാം കേട്ടോ. 250 rupees ആണ് ഡോവിൻ്റെ ഒരു ഹെയർ മാസ്കിൻ്റെ ആക്ച്വൽ പ്രൈസ്. ഇത് ഇൻസൈറ്റിൻ്റെ ലിപ്സ്റ്റിക്കാണ് മേടിച്ചിട്ടുള്ളത്. ടോപ്പ് നോച്ച് എന്നാണ് ഇതിൻ്റെ പേര്. ഇതിൻ്റെ ക്യാപ്പൊക്കെ ലൂസായിട്ടാണ് വന്നേക്കണേ. ഐ ഹോപ്പ് ഇത് യൂസ് ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ക്യാപ്പ് കുറച്ച് ലൂസായിട്ടാണ് വന്നേക്കണം. മേ ബി പാക്കേജിൽ വന്നായിരിക്കാം. അപ്പോൾ എനിക്ക് അങ്ങനെ കാണുമ്പോൾ ഒരു ഡൗട്ട് വരും, ഇതൊക്കെ ആരെങ്കിലും പിന്നീട് യൂസ് ചെയ്തിട്ടുണ്ടാവും എന്നൊക്കെ. ഒരു ടെക്സ്ചർ, ഒരു പീച്ച് നൂഡ്, ഫെയർ ടു മീഡിയം സ്കിന്നാണെങ്കിൽ നന്നായിട്ട് കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന സ്മെല്ലുണ്ട് കേട്ടോ. ഒരു പെർഫ്യൂമിൻ്റെ സ്മെല്ലുണ്ട്. എനിക്ക് സ്മെല്ല് അത്ര ഇഷ്ടമൊന്നുമില്ല. ഞാൻ നോൺ ട്രാൻസ്ഫർ പ്രൂഫാണ്, നല്ലൊരു ഷെയ്ഡും ആണ് കേട്ടോ. ഇൻസൈഡ് നാളായിട്ട് മേടിക്കണോ വേണ്ടേ എന്ന് ഇങ്ങനെ ഡൗട്ട് അടിച്ചിടുന്ന ഒരു പ്രൊഡക്റ്റാണ്. കോസാറക്സിൻ്റെ സ്നെയിൽ മ്യൂസിക്. ഒച്ചിൻ്റെ ഒരു സെക്രീഷൻ ഉണ്ടല്ലോ, അതാണ് ഈ സംഭവം. ഇത് നന്നായിട്ട് നമ്മുടെ സ്കിന്നിനെ എന്താ പറയുക, ഹൈഡ്രേറ്റിംഗ്, ഗ്ലോവിങ്, ഭയങ്കര ബെനിഫിറ്റ്സ് ഒക്കെയാണ് ഈ പ്രൊഡക്ട്സ് പറയുന്നത്. സ്നെയിൽ മ്യൂസിക് പവർ എസെൻസ് എന്നാണ് ഇത് പറയുന്നത്.
സോ എനിക്ക് ചിലർക്ക് പറ്റാറില്ല എന്ന് കേട്ടിട്ടുണ്ട്, ഡസ്റ്റ് അലർജി മൈറ്റ് അലർജി ഒക്കെ ഉള്ളവർക്ക്. സോ എനിക്ക് ഡസ്റ്റ് അലർജി ഉണ്ട്. അപ്പോൾ എനിക്കൊരു ഡൗട്ട് ഉണ്ട്, ഇത് ഞാൻ യൂസ് ചെയ്താൽ നല്ലതായിരിക്കും എങ്ങനെയായിരിക്കും. വൈറൽ കൊറിയൻ പ്രൊഡക്റ്റാണ് സ്നെയിൽ മ്യൂസിക്. സോ ഇതിൻ്റെ റിവ്യൂ ഞങ്ങൾ വേറൊരു വീഡിയോയിൽ പറയാം. സോ അത് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. 1000 സംതിങ് ആണ് കിട്ടിയിട്ടുള്ളത്. ആക്ച്വൽ പ്രൈസ് അതിന് കൂടുതലാണ്. സെയിൽ ഉള്ളതുകൊണ്ട് മാത്രം അവർ ഇത്രയും രൂപക്ക് ഈ പ്രൊഡക്റ്റ് തന്നാണ്. എൽഫിൻ്റെ ബ്രോജലാണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ല പ്രീമിയം ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന പ്രൊഡക്ട്സുകളാണ്. എൽഫിൻ്റെ ELF എന്ന് പറഞ്ഞാൽ ഐസ് ലിപ്സ് ഫേസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ എൽഫ് എന്ന് വെച്ചാൽ മറ്റേ ഈ ഹാരി പോട്ടറിലൊക്കെ ഉണ്ടാവില്ലേ എൽഫ്, അതാണെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇത് ഐസ് ലിപ്സ് ആൻഡ് ഫേസ് എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഒരു ബ്രോജെല്ലാണ്. പിന്നെ നാച്ചുറലി പിരികം സെറ്റ് ആക്കാനായിട്ടാണ് ബ്രോജെൽ യൂസ് ചെയ്യാറുള്ളത്. 700 ആണ്. സോ എനിക്ക് ബൈ 1 ഇത് കുറവ് റേറ്റിലാണ് വന്നിട്ടുള്ളത്. ഇസൻസിയുടെ സൺസ്ക്രീൻ ഞാൻ കാണിച്ചില്ലേ. അപ്പോൾ ഇസൻസിയുടെ സൺസ്ക്രീൻ്റെ ഒപ്പം മഗ് വാട്ടറിൻ്റെ ക്ലേ ഫ്രീ ഉണ്ടായിരുന്നു. ഇത് സ്കിൻ സൂത്ത് ചെയ്യുന്ന മഗ് വാട്ട് ക്ലേ ആണ്, ക്ലേ മാസ്ക്. ഇത് കിട്ടണമെങ്കിൽ എനിക്ക് 100 rupees 200 സംതിങ് എന്തോ ആഡ് ചെയ്യണമായിരുന്നു. അത് ആഡ് ചെയ്യാനായിട്ട് നോക്കുകയാണെങ്കിൽ എല്ലാ പ്രൊഡക്ട്സും നല്ല ഒരു 100 above 500 above ഒക്കെയാണ്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ഹൈലോണിക് ആസിഡ് ടോണർ ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുണ്ട്. ബെസ്റ്റ് ആയിട്ടുള്ള ടോണറാണ്. ഞാൻ ഇതൊന്നും കൂടി ആഡ് ചെയ്തു, കാരണം ഓൾറെഡി അത് തീരാറായിട്ടുണ്ട്. അത് മാത്രമല്ല ഇത് കൂടി ആഡ് ചെയ്തപ്പോഴേക്കും എനിക്ക് ഈ സാധനം ഫ്രീയും കിട്ടുമായിരുന്നു. അപ്പോൾ ഞാനത് ക്ലബ് ചെയ്ത് മേടിച്ചതാണ്. നമുക്ക് ലാസ്റ്റത്തെ ബോക്സ്, നമ്മുടെ ഇന്നത്തെ അൺബോക്സിലെ ലാസ്റ്റത്തെ ബോക്സ് നോക്കാം. ഇത് ആകെ 2 പ്രൊഡക്ട്സ് ഉള്ളൂ. ഇതിന് 2 പ്രൊഡക്ട്സ് വാസലിൻ്റെ പ്രൊഡക്ട്സ് ആണ്. വാസലിൻ്റെ ലോഷനാണ്. ഇത് നൈറ്റിനും ഒന്ന് ഡേയിനും ആണ്. ഈ ബ്ലൂ വൺ നൈറ്റും ഇത് ഡേയിനും ആണ് കേട്ടോ. 2 ഇൻഗ്രീഡിയൻസ് ആണ് ഉള്ളത്. നമുക്ക് ബോഡി മോയ്സ്ചറൈസിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ലോഷൻസ് ആണ് വാസലിൻ്റെ. ഇത് 2 നല്ലൊരു ഡീലിന് കിട്ടിയിട്ടുണ്ടായിരുന്നു സെയിൽ ടൈമിൽ. ഡ്യൂവി റേഡിയൻസ് ഗ്ലൂട്ടാത്തിയൻ ഉള്ളൊരു ലോഷനാണ്. ഗ്ലൂട്ടാത്തിയൻ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര കളറൊന്നും ആക്കിയൊന്നുമില്ല സ്കിന്നിന്. നമുക്ക് നന്നായിട്ട് ഒരു മോയ്സ്ചറൈസിങ് ഒരു എഫക്റ്റ് കിട്ടും. ഒരു സ്കിന്നിന് നല്ലൊരു ഫീൽ വരുന്ന ഒരു മോയ്സ്ചറൈസേഷൻ ആണ് ഇത്. സൂപ്പർ പ്രൊഡക്റ്റ് ആണ്. ഇത് ഓൾറെഡി അവിടെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് ഓൾമോസ്റ്റ് തീരാറായി. അപ്പോൾ ഞാൻ ഇത് മേടിച്ചു. നൈറ്റിന് ഫസ്റ്റ് ടൈം മേടിക്കുന്നുണ്ട്. ഇതിനൊന്നും മേടിച്ചിട്ടില്ല. ഇതിലുള്ളത് അമിനോ പെപ്റ്റൈഡ് കോംപ്ലക്സ് ആണ്. പെപ്റ്റൈഡ്സ് ഒക്കെ ഉള്ള ലോഷൻസ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതലും ഈർപ്പം കൂട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യും പെപ്റ്റൈഡ്സ്. നൈറ്റിൽ യൂസ് ചെയ്യാം, ഇത് ഡെയിലി യൂസ് ചെയ്യാം കേട്ടോ. ഇതിൻ്റെ നല്ല പ്ലസന്റ് ആയിട്ടുള്ള ഫ്രേഗ്രൻസും ആണ്. സോ ഇതിൻ്റെ ഡീറ്റെയിൽ റിവ്യൂ പിന്നെ ചെയ്യാം കേട്ടോ. ഇതിൻ്റെ അൺബോക്സ് മാത്രമേ കാണിക്കുന്നുള്ളൂ. എന്തൊക്കെ പ്രൊഡക്ട്സ് ആണ് പിങ്ക് സെയിലിൽ മേടിച്ചിട്ടുള്ളത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഡു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. നിങ്ങൾക്ക് ഞങ്ങളുടെ അൺബോക്സിംഗ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ലിങ്ക് ഒക്കെ വേണമെങ്കിൽ കമന്റ് ചോദിക്കാം കേട്ടോ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, ബി ബ്യൂട്ടിഫുൾ, ബി ഹാപ്പി, ബൈ.